തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നിങ്ങൾ എന്തായാലും ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് PV അൻവറിന്റെ രാജിയിലേക്ക് നയിച്ചത്. ഈ വിഷയങ്ങളൊക്കെയാണെന്ന് അൻവർ തന്നെ പലതവണ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണല്ലോ നവാസ്. പക്ഷേ ഇപ്പോൾ PV അൻവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇല്ല എന്നാണോ പറയുന്നത്? ഈ പറയുന്ന പിണറായിസത്തിനെതിരെ ഒരു വിജയം ഉണ്ടാകണമെങ്കിൽ, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഈ സ്ഥാനാർത്ഥി പറ്റില്ല, ഈ സ്ഥാനാർത്ഥിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്നാണ് അവിടെ നിന്ന് വിജയിച്ച് MLA ആയി വന്ന PV അൻവർ പറയുന്നത്. അല്ല, പി വി അൻവറിന്റെ നിരീക്ഷണത്തെ നമ്മളെല്ലാവരും കേട്ടു. ഞങ്ങൾ പറയുന്നത് ഇവിടെ മത്സരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നൊരു വ്യക്തിയല്ലല്ലോ. അവിടെ UDF ഉണ്ട്, UDFിന്റെ നേതാക്കന്മാരുണ്ട്, അൻവർ ഉൾപ്പെടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയിലേക്കല്ല, അൻവർ പറഞ്ഞ വാക്ക് തന്നെയാണ് ഞാൻ കടമെടുക്കുന്നത്. പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിന്റെ വോട്ടുകൾ ശേഖരിക്കുക. പിണറായിസത്തിനെതിരെ പോരാട്ടത്തിന് നിങ്ങൾ ഇരിക്കുന്ന ആൾ അവരുമായി ചർച്ച നടത്തുകയും ആ ചേരിയിലേക്ക് പോകാൻ ആലോചിക്കുകയും ചെയ്ത ആൾ എന്നുകൂടിയാണ് ഇപ്പോൾ പറഞ്ഞു പോയിരിക്കുന്ന അൻവർ. ഇങ്ങനെ ഒരാൾ UDFിലേക്ക് വരാനുള്ള ശ്രമങ്ങളും അവിടെ നടത്തുകയാണ്. അപ്പോൾ അൻവറിന് ഇനി UDF പ്രവേശം സാധ്യമാണോ എന്ന ഒരു കാര്യം. ആര്യാടൻ ഷൗക്കത്ത് അപ്പുറത്ത് പിണറായിസത്തെ തോൽപ്പിക്കാനല്ല, പിണറായിസത്തിന്റെ ഭാഗമാകാൻ ചർച്ചകൾ നടത്തിയ ആളാണ് എന്ന ആരോപണം. ഇതിൽ രണ്ടിലും മറുപടി. അല്ല, ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് UDF ചെല്ലുമ്പോൾ പലതരത്തിലുള്ള വാർത്തകളും പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പൊ അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ വളരെ ഗൗരവമാണ്. പക്ഷേ അത് അൻവറുമായി സംസാരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമാണ്, അൻവറുമായി ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് സാധ്യമാണ്. കാരണം അൻവർ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ കോസ് ഉണ്ട്, മെയിൻ റീസൺ ഉണ്ട് അൻവറിന് മുമ്പിൽ. ആ അൻവർ ഞങ്ങൾ നിൽക്കുന്ന ഒരു കോമൺ കോസ് ഉണ്ട്. ആ കോമൺ കോസിനകത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് അൻവർ എന്ന വ്യക്തിയല്ല, അൻവർ ഉയർത്തിയ ഒരു കോമൺ കോസും ഞങ്ങൾ ഉയർത്തുന്ന ഒരു കോമൺ കോസും ഉണ്ട്. അത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് പോകാനുള്ള സാധ്യത ഒരു ഘട്ടത്തിലും അകന്നു പോകുന്നില്ല. ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ തന്നെ കോമൺ കോസ് ആണ്, കോമൺ ഇൻഡിവിജ്വൽ അല്ല. അൻവർ ഉയർത്തിയ ഒരു കോമൺ കോസും ഞങ്ങൾ ഉയർത്തിയൊരു കോമൺ കോസും ഉണ്ട്. അത് രണ്ടും ഒന്നാണ്. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഗവൺമെന്റ് കേരളത്തിൽ പരാജയപ്പെട്ട ഒരു ഗവൺമെന്റ് ആണെന്നും പോലീസിനകത്ത് RSSുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നുവെന്നും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു MP ജയിക്കുന്നിടത്ത് വരെ എത്തി എന്നതും ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. അത് അൻവർ പറഞ്ഞപ്പോൾ, ഭരണപക്ഷത്തിൽ ഒരാൾ പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടി ഉറക്കെ കേട്ടു. അൻവർ ആത്മാർത്ഥമായി അതിന് പോരാട്ടത്തിന് ഇറങ്ങുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വാഭാവികമായി കോമൺ കോസിലാണ് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, ഒരുമിച്ച് ആ പോരാട്ടം നയിക്കും, ഒരുമിച്ച് തന്നെ പിണറായിക്കെതിരെയുള്ള ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പൊ ഉണ്ടാകുന്ന സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാലോ. പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പ്രതിഷേധങ്ങൾ അവിടെ കണ്ടതല്ലേ. ഷാഫി പറമ്പിലിന്റെ നോമിനിയാണെന്ന് പറഞ്ഞ് DCC പ്രസിഡന്റ് മാറി നിൽക്കുമെന്നൊക്കെ എല്ലാവരും വാർത്ത കൊടുത്തതല്ലേ. അവസാനം എന്ത് സംഭവിച്ചു? അതിഗംഭീരമായി ആ പാലക്കാട് ജില്ലയുടെ പാലക്കാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തെ ഞങ്ങൾ ജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ലേ. അത് ഞങ്ങളുടെ കഴിവ് മാത്രമല്ല, പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ നാട്ടിലെ വോട്ടർമാരുടെ വികാരം കൂടിയാണ്. ആ വികാരം ശേഖരിക്കാൻ കഴിയും വിധം അന്തരീക്ഷത്തെ രൂപപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമാകും. അത് ഞങ്ങൾ പാലക്കാട് തെളിയിച്ചതാണ്. ഞങ്ങൾക്കിനി അത് സാധ്യമാകും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.